ഞാൻ ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെന്റർ, അജ്മാൻ. പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, എന്തെല്ലാമാണ് നോക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രഗ്നൻസി തുടക്കത്തിൽ തന്നെ ഒരു ഡേറ്റ് മെൻസസ് വരാതെ ഇരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ അത് ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമുണ്ട്. ഇരട്ട ഗർഭമില്ല, മുന്തിരിക്കുല ഗർഭമല്ല, ഹെൽത്തിയായ പ്രഗ്നൻസിയാണ്, യൂട്രസിന്റെ ഉള്ളിൽ തന്നെയാണ് പിടിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. പിന്നെ കൂട്ടത്തിൽ ഗർഭിണിക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കൂടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അതായത് തൈറോയ്ഡ് പ്രശ്നം, ഷുഗർ, ഡയബറ്റീസിന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിനെയും കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അനീമിയ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അപ്പോൾ തുടക്കത്തിലുള്ള പ്രഗ്നൻസിയുടെ കൺഫർമേഷനും ഹെൽത്തി ആണെന്ന് എൻഷുർ ചെയ്തിട്ടും വേണം പിന്നെയുള്ള മുന്നിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതുകൊണ്ട് ഒരു മെൻസസ് പീരിയഡ് തെറ്റി വരുന്ന ഓരോ വ്യക്തിയും അത് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ ഉപദേശം തേടി ഗർഭിണിയാണോ എന്ന് സ്ഥിരീകരിച്ച് ഗർഭം യൂട്രസിന്റെ ഉള്ളിൽ തന്നെ ശരിയായ സ്ഥലത്താണ് പിടിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തി ഗർഭിണിക്ക് വേറെ പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല എന്നുള്ള ഉറപ്പുവരുത്തി വേണം മുന്നോട്ട് പോകാൻ. ഇപ്പൊ ഇതിന് ഇങ്ങനെ നമ്മൾ വരുമ്പോ, പ്രഗ്നൻസി ആയിട്ട് കാണിക്കാൻ വരുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ ചിലപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യിച്ച് എത്ര ഹോർമോൺ ലെവൽ ഉണ്ട് എന്ന് നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തിട്ട് യൂട്രസിന്റെ ഉള്ളിലാണെന്ന് സ്ഥിരീകരിക്കും. എക്ടോപിക് പ്രഗ്നൻസി അല്ല എന്നുള്ളത് ഉറപ്പുവരുത്തും. ഒരു ഗർഭമാണോ 2 ഗർഭമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഒരു 7 ആഴ്ച മുതൽ 8 ആഴ്ച വരെയുള്ള സമയത്ത് ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കും. ഇതെല്ലാം ആദ്യത്തെ ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ സ്ഥിരീകരിച്ചിട്ടാണ്, ഉറപ്പുവരുത്തിയിട്ടാണ് ആ ഗർഭത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ ചിലപ്പോ ചില ആൾക്കാർക്ക് ആദ്യത്തെ 3 മാസത്തിൽ ചെറിയ തോതിൽ ബ്ലീഡിംഗ് ഉണ്ടാകാം. അങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടായാൽ പോലും ആ ഗർഭം ശരിയായ രീതിയിൽ വളർന്ന് പ്രസവിച്ച് നല്ല രീതിയിൽ കുട്ടി ഉണ്ടാകാറുണ്ട്. പക്ഷെ ചില സമയത്ത് ഈ ഗർഭം വളരാതെ വരാം, ഹാർട്ട് ബീറ്റ് കാണാതെ വരാം. അങ്ങനെ വരുമ്പോ അതിനെ മിസ്ഡ് അബോർഷൻ, ബ്ലൈറ്റഡ് ഓവ് എന്ന് പറയുന്നു. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ഗർഭങ്ങൾ വളരാറില്ല. അപ്പൊ അതിന് വേണ്ട നമ്മൾ അതിനെ ഒഴിവാക്കേണ്ട ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ചില ഗർഭങ്ങള് ഹാർട്ട് ബീറ്റ് കണ്ടിട്ട് പിന്നെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് നിന്ന് പോകാറുണ്ട്.